നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാരിഷ് ഷംസുദ്ദീൻ, കല്ലിശ്ശേരി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മിനിമൽ ഇൻവേസീവ് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് HOD. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്, പക്ഷേ അത്യാവശ്യം മേജർ ഒരു സർജറിയാണ്. തൈറോയിഡ് സർജറിയെക്കുറിച്ചാണ്. തൈറോയിഡ് സർജറി എല്ലാവർക്കും അറിയാവുന്ന പോലെ തൈറോയിഡ് മുഴകളോ തൈറോയിഡ് ക്യാൻസറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് കഴുത്തിലൊരു മുറിവുണ്ടാക്കി തൈറോയിഡിൻ്റെ മുഴകൾ മാറ്റുകയോ അഥവാ തൈറോയിഡ് ഗ്രന്ഥി മാറ്റുകയോ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറിയെക്കുറിച്ച് പറയുവാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ മുറിവ് ഉണ്ടാക്കാതെ, അതിന് കീഹോൾ സർജറി എന്ന് പറയും. തൈറോയിഡിന് കീഹോൾ സർജറി അല്ലെങ്കിൽ സ്കാർലെസ് തൈറോയിഡ് സർജറി എന്ന് പറയും. കഴുത്തിൽ മുറിവ് ഉണ്ടാക്കാതെ നമ്മൾ കക്ഷത്തിലോ അല്ലെങ്കിൽ വായിലകത്തോ മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയെ എടുത്ത് മാറ്റുന്നതിനാണ് എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി അഥവാ കീഹോൾ തൈറോയിഡ് സർജറി എന്ന് പറയുന്നത്. തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാവർക്കും തൈറോയിഡ് സർജറി ചെയ്യണോ, അഥവാ യൂഷ്വലി മരുന്ന് കഴിക്കുന്നവർക്കും സർജറി ചെയ്താൽ മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുണ്ട്. തൈറോയിഡ് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. തൈറോയിഡിനകത്ത് നമ്മൾ ഹോർമോൺസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അഥവാ നമ്മൾ ഹോർമോൺസ് കൂടുക കുറയുക എന്ന് പറയുന്നൊരവസ്ഥയാണ് ഹൈപ്പോയും ഹൈപ്പർ തൈറോയിഡിസവും. പിന്നെ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു വിഷമമുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് തൈറോയിഡിന് മുഴകൾ വരും, ഗോയിറ്റർ പോലെ കണ്ടിട്ടുണ്ടാവും, വലിയ തൈറോയിഡ് തടിപ്പുകളായിട്ട് കാണുക. പിന്നെ ഉള്ളത് തൈറോയിഡിനകത്ത് ക്യാൻസർ മുഴകളായിട്ട് വരാം. ഇതുപോലുള്ള കുറേ അവസ്ഥകൾക്ക് തൈറോയിഡ് നമ്മൾ ട്രീറ്റ്മെൻറ്റും സർജറിയും എല്ലാം അവൈലബിൾ ആണ്. തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോൺസ് കുറയുകയും നമ്മുടെ ബോഡിയിൽ കുറയുകയും അതുകൊണ്ടുണ്ടാവുന്ന വിഷമങ്ങൾക്ക് നമുക്ക് മരുന്നുകൾ കൊണ്ട് കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസവും. ഹൈപ്പർ തൈറോയിഡിസം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അധികമായി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ കുറയ്ക്കുവാനായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് നമ്മൾ അതിനെയും കറക്റ്റ് ചെയ്യാൻ, മരുന്നുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസവും അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസവും. പക്ഷേ ഗോയിറ്റർ മുഴകൾ എന്ന് പറയുന്നത് തടിപ്പ്, തൈറോയിഡിനകത്ത് തടിപ്പോ ക്യാൻസറോ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം, സർജറി ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പോഴാണ് നമ്മൾ ഈ സർജറി, കീഹോൾ സർജറിയെക്കുറിച്ചുള്ള ഒരു എൻറ്റിറ്റി നമ്മളവിടെ വരുന്നത്. കീഹോൾ സർജറി എന്ന് പറയുന്നത് തൈറോയിഡിലെ മുഴകൾ മാറ്റുവാനായി, സാധാരണയായിട്ട് ഗോയിറ്റർ മുഴകൾ ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. കാരണം നമ്മുടെ അന്നനാളം, ശ്വാസകോശത്തിനൊക്കെ അതിനൊരു കംപ്രഷൻ ഉണ്ടാക്കാം. ഈ മുഴകൾ സൈസ് കൂടിയിട്ട് അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് തൈറോയിഡ് ശ്വാസം മുട്ടലോ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സൗണ്ട് വരുന്ന നെർവ്സിനെ കംപ്രസ് ചെയ്യുകയോ ഒക്കെ അവസ്ഥകൾ ഉണ്ടായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഗോയിറ്റർ മുഴകൾ നമ്മൾ മാറ്റുന്നത്. അതൊരു 4 സെൻറ്റിമീറ്ററിന് മുകളിലാകുമ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് തന്നെയാണ് സാധാരണ നമ്മൾ പറയാറ്. അത് മരുന്നുകൾ കൊണ്ട് മാറില്ല. അതുപോലെ 4 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ക്യാൻസർ പോലുള്ള മുഴകളുണ്ട്. നമ്മൾ കഴുത്തിൽ മുഴകൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കുക. ഡോക്ടേഴ്സ് അത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കുത്തി പരിശോധിക്കേണ്ട ആണെങ്കിൽ നമ്മളത് കുത്തി പരിശോധിച്ച് നോക്കുക. അതിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് മാറ്റേണ്ടതാണോ എമർജൻസി ആയിട്ട് മാറ്റേണ്ടതാണോ എന്ന് തീരുമാനിക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ തൈറോയിഡ് തടിപ്പുകൾ എല്ലാവരും പേടിച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യാൻ പേടി. ഒന്ന് പേടി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഈ മുറിവുണ്ടാകുന്നൊരു പേടി. പിന്നുള്ളത് സൗണ്ട്, നമ്മുടെ സൗണ്ട് പിന്നെ പറ്റുമോ, പാട്ട് പാടാൻ കഴിയുമോ, ടീച്ചിങ് ഉള്ള പ്രൊഫഷൻ, എല്ലാവരും മിക്ക ടീച്ചേഴ്സും പേടിച്ചിട്ട് വരാതിരിക്കുന്ന മിക്കപ്പോഴും ഈ സൗണ്ട് പോവും എന്നുള്ളൊരവസ്ഥ പേടിച്ചിട്ടാണ്. തൈറോയിഡ് സർജറി സേഫായിട്ട് ചെയ്താൽ ഒരിക്കലും നമ്മൾ തൈറോയിഡിൻ്റെ വോക്കൽ കോഡിൻ്റെ നരമ്പുകളോ പാരാതൈറോയിഡ് ഗ്രന്ഥികൾക്കോ കേടുവരാതെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. അതിലും എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി, ലാപ്രോസ്കോപ്പി, കീഹോളായിട്ട് ചെയ്യുന്ന തൈറോയിഡിന് കുറച്ചുകൂടെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് നരമ്പുകൾ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ നോർമൽ നേരിട്ട് കാണുന്നതിനെക്കാട്ടിയും ഒരു 18 മടങ്ങ് മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും നമ്മൾ നരമ്പുകളും പാരാതൈറോയിഡ് ഗ്രന്ഥികളും കാണുന്നത്. അതിനാൽ അതെല്ലാം സേഫായി നമുക്ക് മാറ്റിയിട്ട് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി മാത്രം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മുഴകൾ മാത്രം മാറ്റുവാനായിട്ട് സാധിക്കും. തൈറോയിഡിൻ്റെ മുഴകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തൈറോയിഡ് 2 രീതിയിലാണ് സർജറി ഉള്ളത്. ഒന്നെങ്കിൽ തൈറോയിഡ് മുഴുവൻ മാറ്റുക, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പകുതി മാറ്റുക, ഹെമി തൈറോയിഡക്ടമി എന്ന് പറയും. അല്ലാതെ ചില പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട് തൈറോയിഡിൻ്റെ തടിപ്പ് മാത്രം എടുത്ത് മാറ്റുമോ എന്ന്. യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. തൈറോയിഡ് നമ്മൾ 2 സൈഡുണ്ട്, അത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഒരു സൈഡിലാണ് മുഴയെങ്കിൽ ഒരു സൈഡ് മാത്രം മാറ്റാറുണ്ട്. 2 സൈഡിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഗ്രന്ഥിയും ടോട്ടൽ തൈറോയിഡക്ടമി എന്നാണ് അതിന് പറയുന്നത്.
അപ്പോൾ തൈറോയിഡ്, എൻഡോസ്കോപ്പിക് തൈറോയിഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ കഴുത്തിൽ മുറിവുണ്ടാവില്ല, സ്കാർ ഉണ്ടാവില്ല. നമ്മൾ കാഴ്ചയിലെങ്കും നമുക്ക് ആ മുറിവുകൾ നമ്മുടെ കഴുത്തിലോ നെഞ്ചത്തോ കാണില്ല. നമ്മൾ കക്ഷത്തിൻ്റെ ഒരു മടക്കിലൂടെയാണ് കഴുത്തിൽ പോയിട്ട് നമ്മളിത് എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിൽ മുറിവുണ്ടാവില്ല എന്നുള്ളതൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നരമ്പുകൾ നമ്മൾ കാണുന്നത് റുട്ടീനായിട്ട് കാണുന്ന വോക്കൽ കോണിൻ്റെ നരമ്പുകളൊക്കെ നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കാണാം. നമ്മളതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാരാതൈറോയിഡ് ഗ്രന്ഥിനെ നമുക്ക് എല്ലാ പാരാതൈറോയിഡ് ഗ്രന്ഥിനെയും മാഗ്നിഫൈഡ് ആയിട്ട് കണ്ട് അതിനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻഡോസ്കോപ്പിക് അഥവാ ലാപ്രോസ്കോപ്പി തൈറോയിഡക്ടമിയുടെ ഒരു ഗുണം. പിന്നെ നമ്മൾ സാധാരണയായി പറഞ്ഞു വരുന്ന ഒരു കൺസേൺ ക്യാൻസറിൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മിക്കപ്പോഴും ക്യാൻസർ മുഴകൾ തൈറോയിഡിനകത്ത് ക്യാപ്സ്യൂളിനകത്തുള്ള മുഴയായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ചുകൂടെ സേഫായിട്ടുള്ള മുഴകളായിരിക്കും. ക്യാൻസർ വെളിയിലോട്ട് പോവാതെ നമ്മളൊരു തൈറോയിഡ് ക്യാപ്സ്യൂളിനകത്തായിരിക്കും ഈ ക്യാൻസർ മുഴകൾ തൈറോയിഡിൽ ഉണ്ടാവുക മിക്കപ്പോഴും. അപ്പം മിക്കതും നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 4 സെൻറ്റിമീറ്റർ വരെയുള്ള ക്യാൻസർ തടിപ്പുകളും നമുക്ക് എൻഡോസ്കോപ്പിക് തൈറോയിഡ് സർജറി കൊണ്ട് തന്നെ മാറ്റുവാൻ സാധിക്കുന്നു. അപ്പോൾ ക്യാൻസർ മുഴകൾ വരെ അത്യാവശ്യം സൈസുകൾ കുറവുള്ളതും അതുപോലെ തന്നെ കഴുത്തിലെ കഴലുകളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമി വഴി തന്നെ മാറ്റുവാൻ സാധിക്കും. അതാണ് എൻഡോസ്കോപ്പിക് തൈറോയിഡക്ടമിയുടെ ഗുണങ്ങൾ. നന്ദി.